ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങളെ ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ. ഇതെല്ലാം കിട്ടും. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടി സകല നന്മയും പിൻപടയാം. അപ്പോൾ നമ്മൾ നന്മ അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ട ആ ദൈവരാജ്യം. എന്തിനാ യേശു വന്നേ? ഈ ലോകത്തിന് ഒരേ ഒരു മഹാത്ഭുതമുള്ളൂ, അത് യേശുക്രിസ്തു എന്ന ആളാണ്. അല്ലെങ്കിൽ നോർത്തുക്കെ ഒരു ആശാരി, കൂലിപ്പണിക്കാരൻ ആശാരി, അപ്പനെ പറ്റി പല വിവാദങ്ങൾ, ഹൗസ്, ഇങ്ങനെ അന്നത്തെ കാലത്ത് ഇങ്ങനെ. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രം രണ്ടാകുമെന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കി. ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ രാജാവായിട്ട് ജനിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ദൈവം. അപ്പോൾ ആ വായിൽ നിന്ന് വാക്കുകളൊന്ന് ഓർത്ത് നോക്കിക്കേ. എൻ്റെ ദൈവം, യേശുവിനെ പഠിക്കുക, അതോടുകൂടി ജീവിതം മാറി മറിയും കേട്ടോ. ഒരു വചനം വായിച്ചിട്ട് തോന്നാം. യേശുവിനെ പഠിക്കാൻ വേണ്ടിയ ദൈവം യേശുവിനെ ലോകത്തിൻ്റെ ചരിത്രപുരുഷനാക്കി മാറ്റിവെച്ച, എന്നാലെങ്കിലും കണ്ണങ്ങോട്ട് ദൃഷ്ടി ചെല്ലുമോ എന്നറിയാം. ഒരു ഫലവുമില്ല. 1 പത്രോസ് 3:9 പറയാം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പി. അപ്പോൾ നമ്മളോടൊരാൾ ദോഷം ചെയ്താൽ തിരിച്ച് ദോഷം ചെയ്യാനല്ല പറഞ്ഞേക്കണേ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം നൽകാതെ, അതല്ല. അപ്പം നമ്മളോടൊരാൾ വഴക്കടിച്ചാൽ തിരിച്ച് വഴക്കടിക്കണ്ട. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെ വിളിച്ചേക്കണ എന്തിനാ? ദൈവം എല്ലാം നമുക്ക് സൃഷ്ടിച്ച് വെച്ച് നമ്മളെ അനുഗ്രഹിച്ച് വെച്ചേക്കും. അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചേക്കണേ. അപ്പം നമ്മളെങ്ങനെയുള്ളവരായിരിക്കണം? ആ അനുഗ്രഹിച്ച ദൈവം നമുക്ക് സൗജന്യമായിട്ടല്ലേ എല്ലാം തന്നേക്കണം. അപ്പം നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അല്ലാണ്ട് മറ്റുള്ളവരോട് എങ്ങനെയല്ലേ, ബൈബിളിലില്ലേ ഒരു ഉപമയിലില്ലേ, ഒരാളോട് ക്ഷമിച്ചു, കടമൊക്കെ ക്ഷമിച്ചു കൊടുക്കും. അയാൾ ചെന്ന് അയാൾക്കടെ പണിക്കാരൻ കൊടുക്കാനുള്ള കടത്തിനെ ക്ഷമിക്കാണ്ട് അതിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ ആ രാജാവ് തിരിച്ച് വിളിച്ച് ഇയാളെ തടവിലാക്കി, അങ്ങനെ എന്ന് പറയില്ല. അപ്പോൾ നമ്മളോട് ദൈവം കരുണ കാട്ടി ഇതുപോലെ ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിച്ചെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ചാൽ മതി യേശുവിൻ്റെ നാമത്തിൽ. അല്ലാണ്ട് ശകാരമൊന്നും വേണ്ട, ശാപവും വേണ്ട, അതിനൊന്നും നമുക്ക് യോഗ്യതയില്ല. എല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ. എന്നോട് എപ്പോഴും ദൈവം സംസാരിക്കണ പോലെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. ശത്രുവും ദൈവത്തിൻ്റെ മകനല്ലേ. ലോകത്തിൽ അപ്പടി ദൈവത്തിൻ്റെ അല്ലേ സൃഷ്ടികൾ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്നാന്ന് പറയാം, സാരിയുടെ. നല്ല രസമുള്ള സാരിയുണ്ട് കേട്ടോ. കഥാൻ സാരി, ബനാറസ് സിൽക്കിലാണോ, ചാർക്കോൾ ജെറി വർക്കാണ് സിൽക്കിൽ. ഇത് കണ്ടിട്ട് അവർ ചോദിക്കുന്നത് ഇതിന് 2000 അവർ ഓർത്തുകൊണ്ടിരുന്ന വില കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. എന്ത് രസമുള്ള കളറല്ലേ. 1599 ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വില. നിങ്ങൾ ഞെട്ടാണ്ടിരിക്കുക ഈ വില കണ്ടിട്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ കസിൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണത്തിന് സാരി എടുക്കാൻ പറഞ്ഞു. എല്ലാം 15-ൻ്റെ 20-ൻ്റെ ഇടയ്ക്ക് ഈ സൈസ് സാരികളാണ്. ഞാൻ ജന്മത്തെടുക്കില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വേറെ ഒന്നുമായിട്ടല്ല, ഞാൻ എപ്പോഴും വീഡിയോയിൽ ഇത് കാണിക്കും. എനിക്ക് അതും ഇതുമായിട്ട് വ്യത്യാസം തോന്നണില്ല. വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പിടിച്ച് തപ്പി നോക്കി. അങ്ങനെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് 1599. ഇത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഉറപ്പായിരിക്കും സ്വർണ്ണത്തിൽ ഇങ്ങനെയാണെങ്കിൽ, സ്വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സ്വർണ്ണത്തിനേക്കാളും ഭംഗിയിൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പക്ഷേ സ്വർണത്തിന് വിറ്റാൽ കാശ് കിട്ടില്ലേ. സാരി ഒന്ന് മേടിച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രശ്നം. ഇത്രയും വിലയേ ഉള്ളൂ, 1599. അതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പീസ്. കയ്യിൽ വർക്കുണ്ടോ? അരികത്തുണ്ടോ? ഓ, അടുത്ത ബ്ലൗസിൽ കാണിക്കും. ബ്ലൗസിൻ്റെ അരികത്ത് ബോർഡറും ഉണ്ട്. നല്ല കളേഴ്സാട്ടോ. ഇങ്ങോട്ട് നോക്കി. ഒരു ഫങ്ഷന്, കല്യാണത്തിനൊക്കെ പോകാൻ ഇപ്പം ഇങ്ങനത്തെ സാരി എടുത്താൽ മതി കേട്ടോ. അവർ പറയും എൻ്റെ കസിൻ്റെ ഒരു കല്യാണത്തിന് എല്ലാവർക്കും സാരി എടുത്തു. എല്ലാവരും ഞെട്ടു. എല്ലാവരും ഈ സൈസ് സാരികൾ. ഇത് അരികത്ത് ഇങ്ങനെ ബോർഡർ വരും കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ, അരികത്ത് ഈ ബോർഡർ വരും. അപ്പോൾ നമുക്ക് ബോർഡർ വേണമെങ്കിൽ വെച്ചാൽ മതി, ഇല്ലേ വെച്ചില്ലേലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒറിജിനലാണ്, നല്ല വിലയാണ്. അപ്പോൾ കണ്ട വ്യത്യാസവും ഇല്ല. ഞാനിങ്ങനെ പറയണയാണോ, നിങ്ങൾ സാരികളൊക്കെ എടുക്കാൻ പോകുമ്പോൾ നോക്കട്ടോ. എന്ത് ചെയ്യാം, ഏതിൻ്റെ ഒറിജിനൽ ഇറങ്ങിയാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും.
അതും ഒറിജിനലിനെ വരണ പോലെ. എന്ത് രസം സഫയർ ഗ്രീനിലി കളർ, നല്ല രസമില്ലേ? അടിപൊളി സംഭവം. ഇത് 2000-3000 ഒക്കെ ആട്ടോ എല്ലാവരും ഇങ്ങനെ ഓൺലൈൻ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരുങ്ങാൻ വരില്ലേ കടയിൽ. ഞാനപ്പോൾ ചാർക്കോൾ എടുക്കാറില്ലായിരുന്നു. തവണ ചുമ്മാ ആ കളറ് ഇങ്ങനെ ആൻറ്റിക് സിൽവറിൻ്റെ ഒരു കളറല്ലേ. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ കോട്ടയുടെ ഒരു കാണിച്ചായിരുന്നു. ഇത് ടിഷ്യൂവിൽ, ഇത് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ ആട്ടോ. സോഫ്റ്റ് ടിഷ്യൂവിൽ ഇതേ നെഴലും അടിക്കില്ല കേട്ടോ. ഭയങ്കര ഒരു നല്ലൊരു ബും ലുക്കും ഉണ്ട്. സോഫ്റ്റ് ടിഷ്യൂവിലാണ് ഈ ഫുൾ വർക്ക് വന്ന സാരി വന്നത്. 1499 ഉള്ളൂ, 1499 ഉള്ളൂ. ബ്ലൗസ് പ്ലെയിൻ ആണ്. അതേ കണ്ടോ, ഈ പ്ലെയിൻ മെറ്റീരിയൽ കാണുമ്പോൾ കാണാം സോഫ്റ്റ് ഇങ്ങനെ പതുപതൂന്നുള്ളത്. സോഫ്റ്റ് സിൽക്കി കോട്ട പോലെ ഇരിക്കണ സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഇത് നെഴലും അടിക്കില്ല. 1499 ഉള്ളൂ. എനിക്ക് മെറ്റീരിയൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇതിൻ്റെ കോട്ട കൊണ്ടുവന്നാൽ തന്നെ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഇത് നമുക്ക് നെഴലും അടിക്കില്ല, ഒരു ബും ലുക്കും ഉണ്ട്. ഒരു ഫങ്ഷനൊക്കെ സൂപ്പറാണ്. അടിപൊളി സാരി, നല്ല കളറിലാണ്, നല്ല പേസ്റ്റൽ ഗ്രീൻ. പ്ലെയിൻ ബ്ലൗസ് പീസാണ്. 1499. നല്ല കളേഴ്സാണ്. നമ്മുടെ കയ്യിൽ ഒത്തിരി സാരി കളക്ഷൻ ഉണ്ട്. നമ്മൾ ഈ എന്നും വീഡിയോ ഇടുന്ന കാരണം സാരിയൊക്കെ 5-8 ഐറ്റം അല്ലേ കാണിക്കണേ. ഇനിയിപ്പോൾ ഞായറാഴ്ച നമ്മളെല്ലാം ഞായറാഴ്ചയും കട തുറക്കും കേട്ടോ. സൺഡേയും കൂടെ വീഡിയോ ഇടും. ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒത്തിരി തിരക്കാണ് ഞായറാഴ്ച. ഞായറാഴ്ചയും കടയുണ്ട്. ഇപ്പോൾ ലാൻഡ് ഫോൺ നമ്പർ ഇല്ല, ലാൻഡ് ഫോൺ ഇവിടുത്തെ കട്ടായി കിടക്കുക റോഡ് പണിയോടനുബന്ധിച്ച്. ഇനി അതെങ്ങനെ എടുക്കുമെന്നൊരു പിടിയില്ല. അത് കാരണം ആൾക്കാർ വിളിച്ചാലും അറിയില്ല. എല്ലാ സൺഡേ ഉണ്ട്. ബ്യൂട്ടി പാർലറിലില്ല, ഇവിടെയുണ്ട്. ബ്യൂട്ടി പാർലറിൽ ഞായറാഴ്ചയൊക്കെ വർക്കുണ്ട്, കല്യാണ വർക്കിന് മാത്രമേ തുറക്കുള്ളൂ. ഇത് നല്ല ബിസ്ക്കറ്റ് കളറ്, സൂപ്പർ സംഭവം. 1499. ബിസ്ക്കറ്റ് അല്ലേ ഇത്? ഇത് പീച്ചാണ്, ബിസ്ക്കറ്റ് അല്ല. ബ്രിക്കിൻ്റെ കളറുള്ള പീച്ചല്ലേ? ഒറിജിനൽ പീച്ചാണോ? പീച്ചൊരു വെറൈറ്റി പീച്ച്, ഓറഞ്ച് കൂടിയ പീച്ചോ? ആ, എന്നാൽ ഓറഞ്ച് കൂടിയ പീച്ച്. നല്ല രസമുള്ള ഫേസിന് ഭയങ്കര കളർ കിട്ടും. ക്യാരറ്റ് പീച്ച്, ആ കറക്റ്റ്, എനിക്ക് ഇവിടെ കിട്ടി. ക്യാരറ്റ് പീച്ച്. ഓറഞ്ചിൻ്റെ ഈ കളറാണോ? അല്ല, ക്യാരറ്റ് പീച്ച്. അവർക്കൊന്നും ബോധമില്ല. എല്ലാ കളേഴ്സും നല്ലതാണ്. ഇത് നല്ല ഗ്രീൻ, നല്ലൊരു കോട്ടൺ സാരി കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഉടുത്ത് വണ്ട് നടന്ന് കാലം ഓർക്കുവാട്ടോ. അമ്മ എന്ത് രസമുള്ള കാലങ്ങളായിരുന്നു. കോട്ടൺ സാരി ഉടുത്ത് മുടിയൊക്കെ കുളിപ്പിന്നിൽ ഇങ്ങനെ കെട്ടി ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് 799 കോട്ടൺ സാരി ആയിട്ട്, പ്യുവർ കോട്ടൺ. ഇതാണ് ബ്ലൗസ് പീസ്. നല്ല ബോർഡർ കണ്ട ഒരു സിൽക്കിൻ്റെ സിസാക് ഡിസൈനോട് വന്നപ്പോൾ ഭയങ്കര ഗ്രാൻഡല്ലേ. 799 രൂപയേ ഉള്ളൂ. ഇപ്പോൾ ഒത്തിരി പെരുന്നാളിന് അപ്പടി കോട്ടൺ സാരി എല്ലാവരും ചോദിച്ചു തന്നെ. അമ്മമാരെ കൊടുക്കാനും അങ്ങനെയൊക്കെ പല വിലയുടെ കോട്ടൺ സാരി ഇത് കാരണം കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി കോട്ടൺ സാരി കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും അധികം എനിക്ക് ഇവിടെ കോട്ടൺ സാരി ഇപ്പോൾ യൂസ് ചെയ്യണ മുസ്ലിംസാണെന്ന് തോന്നുന്നു. എല്ലാവരും കോട്ടൺ സാരി എപ്പോഴും ചോദിച്ചു തന്നെ. 799. അടിപൊളി സാരികളാണ്. ബ്ലൗസ് പീസ് കണ്ടല്ലോ. അത് കാരണം കുറേ കോട്ടൺ സാരി തവണ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഈ കട പോയാൽ മറ്റേക്കട പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ കയറാതെ പോകരുത് കേട്ടോ. 799. ഞാൻ വിളിച്ചില്ലെന്ന് വേണ്ട, വിളിച്ചില്ലേ അന്ന നമ്മുടെ കടയിലൊന്ന് കയറണം. $799. നല്ല ഡിസൈനുകളാട്ടോ. അതെ, ഇത് ഞാൻ സാരി മൊത്തം മിക്സാട്ടോ. അടിപൊളി സാരികളാണ്.
കോട്ടൺ സാരിയുടെ പ്രിന്റ് ഫാഷൻ ഒരു കാലത്ത് പോകില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടാലും ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഈ 10-നും 50-നും 1,00,000-നും ഒക്കെയുള്ള സാരിയല്ല ഈ പ്രിൻ്റാണ്. നിങ്ങൾ കല്യാണ സാരി എടുക്കാൻ പോകുമ്പോൾ നോക്കുക. ഞാനിന്ന് എൻ്റെ കസിനെ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞോളെ ഇതൊക്കെ ആർക്കും കൊടുക്കാൻ പറ്റൂലോ, ഒറിജിനൽ മേടിച്ചേക്കും അവർ 15-നും 20-നൊക്കെ എടുക്കല ഈ സെയിം സാരി. ഇത് 1790 ഉള്ളൂ. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കസിൻ്റെ കൂടെ. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഒറിജിനൽ ഇതിൻ്റെ എടുത്തേക്കണത് എല്ലാവർക്കും കൊടുക്കാനേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം, ഞെട്ടരുതെന്ന് പറഞ്ഞു. പ്ലെയിൻ ബ്ലൗസ് നോക്ക് എത്ര ഭംഗി. ഇതിൻ്റെ 2 കളറുള്ളൂ കേട്ടോ. ഈ 2 കളർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഓർഡർ ചെയ്തായിരുന്നു ഞാൻ ആരോ കുറേ എണ്ണത്തിന്. നമ്മൾ 2 നല്ല കളേഴ്സാണ്. ഈ കണ്ട പീച്ചും പിങ്കും. ഇതിപ്പോൾ ഉടനെ പറയുകയാണെങ്കിൽ എണ്ണം കൂടുതൽ കിട്ടും. എവിടെയെങ്കിലും കല്യാണത്തിന് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇപ്പം പറഞ്ഞാൽ എണ്ണം കൂടുതൽ കിട്ടും. ഉടനെ വിളിച്ചു പറഞ്ഞാൽ കിട്ടുമായിരിക്കും. എന്താണ് ഇത്, കറക്റ്റാണോ? ഒരു നല്ല രസമാട്ടോ. എൻ്റെ പടം ഒന്ന് കാണിച്ച്. 10,99 ഈ സാരിക്കുള്ളേ. കാണിക്കാം. ഇത് രസമല്ല. ഞാനിങ്ങനെ ഓർത്തു കല്യാണ വീട്ടിലെല്ലാവരും ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് നിൽക്കണം. ഇത് മൊത്തം ഒന്ന് കാണിച്ച് എല്ലാവരോടും ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിരുന്നിട്ട് ഫോട്ടോ എടുത്ത് തന്നെ രാജകീയ ലുക്കല്ലേ. ഈ ഡാർക്ക് കളറും അതിൻ്റെ ആ പുറകുവശവും ഇങ്ങനെയൊക്കെ കൂടെ വന്നിട്ടായിരിക്കും നല്ല രസം. ഇനി ഇച്ചിരി അകത്തിൽ പിടിച്ചിട്ട് ഇവിടെ കണ്ടേ നോക്കി. നല്ല എനിക്ക് ഈ പടത്തിയിട്ട് നോക്കിയിരുന്നു, കുറേ നേരം ഞാൻ നോക്കിയിരുന്നു. ഭയങ്കര രസം വന്നില്ലേ. കസിൻസ് എല്ലാവരും ഇവിടെ കല്യാണ ഫോട്ടോ ഇങ്ങനെ എടുത്താൽ ഭയങ്കര രസമായിരിക്കും. ഞാൻ ഓർത്തു നമ്മുടെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ ഇങ്ങനെ നമ്മൾ തുണിക്കടയുടെ ഇങ്ങനെ മോഡലായിട്ട് ഇങ്ങനെ കുറേ പേര് നിന്ന് ഫോട്ടോ എടുത്തു. എനിക്ക് ഒരാൾ നിൽക്കണേക്കാൾ നല്ല രസമല്ലേ, നമ്മളങ്ങനെ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം. 10,99. ഇത് ഗ്രീനും ബ്ലാക്കും നല്ല ബോർഡർ കേട്ടോ, അടിപൊളി. ഇത് ആ പടത്തിൽ കാണുന്ന കേട്ടോ എല്ലാം മെറൂണും പച്ചയും, ബ്ലൗസ് പീസും വർക്ക്. 10,99. ഇത് അങ്ങനെ നെല്ലടിക്കില്ല, അത് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോൾ പ്രശ്നമല്ലല്ലോ. സെയിം തന്നെയാണല്ലോ. 10,99. ഫുള്ള് വർക്ക്, നല്ല ബും ലുക്കുമുണ്ട്. ഇത് മെറൂണും ഗ്രീൻ. ഡാർക്ക് മെറൂണല്ലേ ഇത്? കോഫി ബ്രൗണും മെറൂൺ അല്ല, മെറൂൺ അല്ല, കോഫി ബ്രൗൺ. ഞാൻ ബ്രൗൺ എന്നാ പറയാൻ വന്ന, മെറൂണായി പോയതാ. എൻ്റെ കർത്താവ്, എൻ്റെ യേശപ്പ, ബുദ്ധി ബോധമൊക്കെ തന്നെ. ബ്ലാക്കും മജന്തയും എല്ലാ കളറും വെറൈറ്റി ആയിട്ടാണ്. ഇതൊരു ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും കൂടെ ഇതിൻ്റെ ഡിഫറെൻ്റ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് കൊടുത്ത് തന്നാൽ മതി. ടീൽ ബ്ലൂ കോഫി. പ്രിൻസസ് കട്ടൊക്കെ സ്ലീവ്ലെസ് ഒക്കെ അങ്ങ് തയ്ച്ച്. ഞാൻ എപ്പോഴും സ്ലീവ്ലെസ് എന്ന് പറയും, എനിക്ക് സ്ലീവ്ലെസ് ആട്ടോ ഇഷ്ടം. ഞാനിങ്ങനെയല്ല, കൈക്കൊക്കെ ഇങ്ങനെ പൊന്തം പിടിച്ച് വണ്ണം പിടിച്ചിരുന്നാൽ കൊള്ളുമല്ലോ. വണ്ണമൊന്നുമില്ലെങ്കിലേ അതുകൊണ്ട് ചവിട്ടുകാടാൻ കഴിയും. ഇത് സ്കൈ ബ്ലൂ ആണോ? ആ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ. സ്കൈ ഇതൊന്നുമല്ല. ബോട്ടിൽ ഗ്രീനും മെറൂണും. മെറൂണാണോ വാടാമുല്ലിയാണോ? മെറൂണിൻ്റെ ഡാർക്ക്. ആ, വാടാമുല്ല കളർ ബ്ലൗസ് പീസ് അത്. അപ്പോൾ അതിൻ്റെ ഡാർക്ക് 1009. എല്ലാ സാരിയും വെറൈറ്റി ആട്ടോ ഇതോണേ. ഇതുണ്ടോ
നല്ലൊരു സാരി. ബഗൽപൂർ സിൽക്ക് അല്ല കേട്ടോ, ഉള്ളപ്പടി ഇങ്ങനെ വറക്കാം. നല്ലൊരു മെറ്റീരിയൽ, ഉള്ളപ്പടി ഇങ്ങനെ കണ്ടാത്ത ഒരു ബനാറസിൻ്റെ ബുട്ട പോലെ തോന്നും. അങ്ങനെയല്ല, ത്രെഡ് വർക്കും കൊണ്ടുള്ള ഒരു വർക്കുമാണ്. നല്ല സാരി. ബ്ലൗസ് വലിയ വിലയില്ല, 1199 രൂപയുള്ളൂ. പ്ലെയിൻ ബ്ലൗസ് പീസ്. നല്ല രസമില്ലേ, ഉള്ളപ്പടി ഇങ്ങനെ. ബ്ലൗസ് അങ്ങനെയാണോ? അപ്പോൾ ഇതെവിടെയാ? ഓഹോ, ഇതിനപ്പടി ഇങ്ങനെയാണല്ലോ. ഓ, ഉള്ളിൽ ഫ്ലീസിൻ്റെ ഇവിടെയൊക്കെ ഫ്യൂഷൻ ഫ്ലീസിൻ്റെ അവിടെയൊക്കെ പോലെ ഇങ്ങനെ ഒരു കേട്ടോ. ആ, ഫ്ലീസിൻ്റെ അവിടെ ഇങ്ങനെ കുത്തുന്നെടുത്ത് അത് വരും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നല്ല രസമാട്ടോ. 1199 രൂപയുള്ളേ. അത് കഴിഞ്ഞ് ഈ പ്രിന്റ് ഇല്ല അല്ലേ? ഫ്ലീറ്റ് ചെയ്തിട്ട് ഇവിടം വരെ വരും. ഫ്ലീസ് കൊടുക്കണയുടെ വരെ വരും. ആ, ഫ്ലീസ് സ്ട്രൈസും വരും. ഭയങ്കര രസം കേട്ടോ. പണ്ട് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ സാരികൾ. അയ്യോ, ഇപ്പം എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് കണ്ട ഫ്യൂഷനായിട്ട് നല്ല ടോൺ ടു ടോൺ ഒരു വെറൈറ്റി അല്ലേ. പണ്ട് കോൺട്രാസ്റ്റ് എടുത്ത് ഇവിടെ ഫ്ലീസിൻ്റെ അവിടെ പീസ് റണ്ണിങ് എടുത്ത് മെറ്റി ചെയ്ത് ഞങ്ങൾക്കൊക്കെ അങ്ങനെ സാരി ഉണ്ടാക്കലും കാണും. എനിക്കൊരു സാരി ഉണ്ടായിരുന്നു, അതൊക്കെ വെള്ളത്തിൽ പോയി. ആരും എത്ര 2014 എന്നായിരുന്നു ആറ്റുവെള്ളം? 2014 സിനിമ നോക്കണേ. ആ, 2014 ആറ്റുവെള്ളത്തിൽ. 2018 ആണോ? 2018 ആണോ? ഞാൻ വെള്ളത്തിലൊന്നും ആയില്ല. കേരളം വെള്ളത്തിൽ പോയി. എന്തെല്ലാം നമ്മൾ കണ്ടൂല്ല ഈ നിസ്സാര വർഷത്തിനുള്ളിൽ. ചിലപ്പോൾ ലോകം അവസാനിക്കാൻ പോകുമായിരിക്കുമോ? ഇപ്പോൾ ഈ വേനൽക്ക് പോകുമ്പോൾ ഏതാണ്ടൊക്കെ സംഭവങ്ങളും യുദ്ധം അത് ഇത് അയ്യോ എല്ലാം അങ്ങനെയല്ലേ. ഇങ്ങനെ ലോകം അവസാനിക്കാറാകുമ്പോൾ ഇങ്ങനെ അപ്പടിയും കേൾക്കും എന്നൊക്കെ ബൈബിളിലില്ലേ. അതുപോലെ വചനത്തിന് കൊതിക്കും. ഇപ്പം എല്ലാവർക്കും വചനം മതി, വചനമാണ് ദൈവം എന്നറിയാം. ഇപ്പം അച്ഛന്മാർ പ്രസംഗിച്ചാലും മറ്റേ വചനമൊന്നും കേൾക്കാനില്ലായിരുന്നു. നല്ല ബീച്ച്. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടോ, എങ്ങാനും ലോകം അവസാനിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ പായം വിളിച്ചൊന്നും ഇരുന്ന് അങ്ങ് കയറാൻ പറ്റൂല. ഭയങ്കര പാടാണ്. തമാശ പറഞ്ഞല്ല, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ബോധയില്ലാണ്ടിരുന്നാലേ ദൈവമേ ഒന്നും പറയാൻ പറ്റൂല. നല്ലൊരു ഗ്രീൻ, സൂപ്പർ ഗ്രീൻ. ലൈലാക്ക്, അടിപൊളി അടിപൊളി. പീച്ച് ബ്രിക്കുകൾ നല്ല കളേഴ്സാട്ടോ. ചാർട്ട് നല്ല 1199 രൂപയേ ഉള്ളൂ. 1190 പെട്ടെന്ന് എടുത്തോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ഇത്രയും മനോഹരമായ സാരി കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പുറത്തു പോയി ഒന്നും എടുക്കാൻ പറ്റൂല. വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, വലിയ സഹായമായിരിക്കും. യേശുമ്പുരാൻ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അടിപൊളി അടിപൊളി സെറ്റ്, സൂപ്പർ സംഭവം. ഇനി എന്തോരം കളേഴ്സാ. ഇനിയിപ്പോൾ ആർക്കും കിട്ടിയില്ലെന്ന് വേണ്ട, ഏത് കളർ എടുക്കുന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. ലൈലാക്ക്, നല്ലൊരു ലൈറ്റ് പീച്ച് ബ്രിക്ക് കളർ. നല്ല ആപ്ലിക് വർക്കിൻ്റെ കോട്ടൺ സാരി. വില കുറവായിട്ട് 599 രൂപയുള്ളൂ. പ്യുവർ കോട്ടൺ.
ഫുൾ ആപ്ലിക്ക് വർക്ക്. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യാൻ എനിക്കറിയാം. കൈ കൊണ്ട് തുന്നിയും ചെയ്യാം. ഇത് മെഷീനിൽ ചെയ്തേക്കണേ വേണ്ടോ. മൊത്തം ഇങ്ങനെ സാരി ഒരുമാതിരി ഫുള്ളുണ്ട്. 599 രൂപയുള്ളൂ. ഇതിങ്ങനെ പിടിപ്പിക്കാൻ തന്നെ എന്തുമാത്രം സമയമെടുക്കും. 2 ദിവസത്തെ ബോർഡറൊക്കെ. എന്നിട്ട് നമ്മൾ വിൽക്കുമ്പോൾ 599. അപ്പോൾ ഇത് ചെയ്തവർക്ക് എന്നാ കിട്ടണം, ഒന്നും കിട്ടണില്ല തോറും. പിന്നെ ഒത്തിരി വോളിയം ചെയ്യണ കാരണം അവർക്കൊക്കെ നമുക്ക് ഈ വിലയ്ക്ക് ഈ സാധനം തരാൻ പറ്റണേ. ഒരു സാധനമൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഭയങ്കര കാശ്. ഒത്തിരി വോളിയം ചെയ്യണ കാരണമാണ് ഞാൻ എപ്പോഴും ഓർക്കും ഇതെങ്ങനെ ഈ വിലയ്ക്ക് നമ്മുടെ കയ്യിൽ വരെ എത്തണമെങ്കിലേ എന്തുമാത്രം ഇങ്ങനെ. അപ്പോൾ ഓർക്ക് എത്ര മറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ എത്തണേ. ഒത്തിരി വോളിയത്തിൽ ചെയ്യും. ഈ നൈറ്റിയൊക്കെ വീടുകളിൽ കൊണ്ടുപോയി തയ്ച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ 10 രൂപ, 5 രൂപ, 10 രൂപയ്ക്കൊക്കെ അണ്ടർ സ്കേർട്ട് നൈറ്റിയൊക്കെ തയ്ച്ച് ഓരോരുത്തർ കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടുത്തല്ല കേട്ടോ, നമ്മളങ്ങനെ തയ്പ്പിക്കണമില്ലേ. നമ്മുടെ അടുത്ത് കടയിൽ സ്റ്റിച്ചിങ് ചാർജൊക്കെ കൂടുതലാണ്, എല്ലായിടത്തേയും പോലെ തന്നെ. അല്ല ഈ 10 രൂപയ്ക്കൊന്നും തയ്ച്ച് കിട്ടില്ലെന്ന് കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഹോൾസെയിൽ ചെയ്യണം. ഒത്തിരി നല്ല കളേഴ്സ്, സൂപ്പർ. ഇത് 599 രൂപയുള്ളൂ. അയ്യോ എന്തോരം കളേഴ്സ്. ഒരു കെട്ടിൽ അവർ ഈ ഭൂമിയിൽ എല്ലാ കളറും ഇപ്പം ഡൈ ചെയ്തുണ്ടാക്കും. മറ്റ് 4 കളറാണ് ഒരു സാരി ഉള്ളൂ. നല്ല കോട്ടൺ ബ്ലൗസും. പിന്നെ ഈ കോട്ടൺ സാരി കൊടുത്താൽ ഒരു സൗന്ദര്യം ആട്ടോ. കോട്ടൺ സാരി കഞ്ഞി കഴിഞ്ഞ് തേച്ചാൽ പഴയ ആ സൗന്ദര്യം എപ്പോഴും കിട്ടുകയും ചെയ്യും. ഇത് ഭംഗിയാണ്. പണ്ട് കോട്ടൺ സാരി കഞ്ഞി പിഴിഞ്ഞ് തേക്കലൊക്കെ ഓർക്കണല്ലേ. ഞായറാഴ്ച എല്ലാവരുടെയും ദൗത്യം ചെയ്തായിരുന്നു പണ്ടത്തെ കാലത്ത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഞങ്ങളുടെ ഉഷാജി വന്നത് ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചിട്ട് വീഡിയോ പിടിച്ചിട്ടാട്ടോ ഉഷാജിയുടെ. എൻ്റെ അമ്മേ, ഞാൻ പുള്ളിക്കാരിയുടെ കട്ട ഫാന. ഇങ്ങനെ എപ്പോഴും എന്ത് രസമാണ് വർത്താനമൊക്കെ. എല്ലാ മക്കളോടും വീട്ടിലൊക്കെ ഞാനൊക്കെ ഇങ്ങനെ നിങ്ങളോട് ചിരിച്ചിങ്ങനെ വർത്താനം പറയും. മക്കളോടും കിടന്ന് അലറിക്കൊണ്ടിരിക്കുക, അവരോടൊക്കെ കിടന്ന് അലറും ബഹളമൊക്കെ. അങ്ങനെയൊന്നുമല്ല. ഉഷാജി എല്ലാവരോടും എപ്പോഴും ചിരിച്ച്. യേശുവിൻ്റെ സ്വഭാവം. എനിക്കും അങ്ങനെ ആകണം. യേശുവിൻ്റെ സ്വഭാവം ഇതോടെ അനുകൂലപ്പെടണം. വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലോ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്തോടു കൂടി ആയിട്ടേ അങ്ങ് കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലോകമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴാണ് ലോകം അവസാനിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ യേശു അപ്പം അങ്ങോട്ട് കയറി ചെല്ലണം. അല്ലെങ്കിൽ എല്ലാ ജീവിതവും വേസ്റ്റാട്ടോ. മുന്തിരി കളർ. പണ്ടൊക്കെ നമ്മളിങ്ങനെ പ്രസംഗത്തിന് പോകുമ്പോൾ ഇങ്ങനെ സുവിശേഷം കേൾക്കാൻ പോകുമ്പോൾ മാനസാന്തരപ്പെടും. എനിക്ക് ദേഷ്യം വരും അത് കേൾക്കുമ്പോൾ. മാനസാന്തരപ്പെടാൻ നമ്മൾ വല്ല പാപവും ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഒരു പാവവും കാണുന്നില്ല. അങ്ങനെ ചിന്തിക്കണ തന്നെ മഹാഭാവാന്നാ പറഞ്ഞത്. നമ്മുടെ എന്തെല്ലാം ഇപ്പം എനിക്ക് പ്രാർത്ഥന വന്നപ്പോൾ മനസ്സിലായി ഞാൻ വൃത്തികെട്ട സ്വഭാവം എന്ത് പാവിയായിരുന്നു. യേശുവിനെ അറിയുന്തോറും ആ പഴയ സ്വഭാവം അറപ്പും വെറുപ്പുമോ. അപ്പോൾ ഞാൻ യേശുവിൻ്റെ സ്വഭാവം, ഞാൻ സൗമ്യതയും താരായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്നല്ലേ യേശുമ്പരാൻ പറയണം. ഇത് നല്ലൊരു സാരി കേട്ടോ. ജോർജറ്റ് അല്ലേ. ജോർജറ്റിൻ്റെ സാരീസ് പ്രൈസാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു യെല്ലോ ഒരു ഇതുണ്ട്. എത്ര? 799 ഉള്ളൂ കേട്ടോ. ബ്ലൗസോ ഇങ്ങനെ റണ്ണിങ് ഇങ്ങനെയാട്ടോ. ഇത് ഈ വിലയ്ക്ക് ഭയങ്കര രസമല്ലേ. നല്ല രസം. 799 ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സാരി. ഇതെല്ലാം കളേഴ്സാണ്. ആകെ 799 രൂപയുള്ളൂ. നല്ല പിങ്ക് അല്ലേ. എല്ലാ കളറും നല്ല കേട്ടോ. അടിപൊളി. 799. ഓ, എൻ്റെ അകത്തെ ആ പേപ്പർ യാറിനെ ഒച്ച പടാന്ന്. അപ്പോൾ ഇട്ടിട്ട പോലെ വീഡിയോ തീർന്നു കൊടുത്തോണ്ട് പെട്ടെന്ന് എടുക്കുക. ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് യൂട്യൂബ് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.